എവ്രിവൺ. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് ഡ്രസ്സ് ഇടാൻ സഹായിക്കുന്ന നമ്മുടെ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവളുടെ പേര് ദക്ഷ എന്നാണ്. ഇവളും നല്ല ഡാൻസറൊക്കെയാണ്. ഞാൻ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ക്യാമറയിലൊക്കെ കൊണ്ടുവന്നത്. പിന്നെ മൂക്കുത്തി ഇട്ടു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മൂക്കുത്തി ഇടാൻ മറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ മൂക്കുത്തി ഇട്ടു. ഡ്രസ്സ് ഇട്ട് നമ്മൾ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന സംഭവം, ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന സംഭവം വളരെ ചെറുതായിരുന്നു. എനിക്ക് വളരെ ചെറുതായിരുന്നു. ഇപ്പോൾ ബാക്കിയൊന്നും കുഴപ്പമില്ല, അത് മാത്രമായിരുന്നു പ്രശ്നം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മറ്റേതും ഫ്രണ്ടിലത്തെ ആ ഒരു ഇതൊക്കെ വെച്ചു, ഓർഡറായിട്ട് എല്ലാ കാര്യങ്ങളും വെച്ചു. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലത്തെ ആ സംഭവം മാത്രം എനിക്ക് ഇഷ്ടമായി. നമുക്ക് ബാക്കി എല്ലാം ഇഷ്ടമായി. നല്ല കളറൊക്കെ ആയിരുന്നു. ഓർഡറാക്കി എല്ലാ സംഭവങ്ങളും വെച്ച് തുടങ്ങിയാണ്. അപ്പോൾ ഡ്രസ്സിനൊന്നും അത്ര വലിയ സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അച്ഛൻ കഴിക്കാൻ വൈകുന്നേരം ചായക്ക് അടിക്കാൻ വേണ്ടി കുറേ നുറുക്കൊക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ എൻ്റെ തോന്നിയ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാവം അവളെ ഇടിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ മുടിയിലോട്ടായിരുന്നു വന്നത്. മുടിയായിരുന്നു പിന്നെയും ചടയൊക്കെ വിടർത്തി കുറേയൊക്കെ പാടുപെട്ട്, അത്ര പാടൊന്നും പെട്ടില്ലെങ്കിലും കുറച്ച് പാടൊക്കെ പെട്ടിട്ടോ. സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ കയ്യിലൊക്കെ പാൻ കേക്കൊക്കെ പെട്ടി ഇങ്ങനെ പുരട്ടി വെക്കുന്നതാണ്. മുടിയിലും വലിയ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിരട്ടക്കൊക്കെ വലിച്ച് കെട്ടി കുറേ മുടിയുള്ളതുകൊണ്ട് തന്നെ പിരിച്ച് വെക്കണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ കുരുത്തക്കേട് കാണിക്കുമ്പോൾ അവളിങ്ങനെ വഴക്ക് പറഞ്ഞാണ് ഞങ്ങൾ മുടിയൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. മുടിയൊക്കെ കെട്ടിയത് ഭയങ്കരമായിട്ട് ഞാൻ ധൃതി പിടിച്ച് അത് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവൾ നിൽക്കുന്ന പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് മുടി കെട്ടിയത്. അപ്പോൾ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് നമ്മളിനി മാറുമുടി വെക്കുകയാണ്. ഇവിടെ മാറുമുടി ഇതൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ചു. പിന്നെ വടയും പൂവാണ് രണ്ടാമത് മേടിച്ചത്. വടയും പൂവിനായിരുന്നു നമുക്കിവിടെ ഉണ്ടാവാഞ്ഞത്. അപ്പോൾ അതൊക്കെ രണ്ടാമത് മേടിച്ചു. അങ്ങനെ ഭയങ്കര വേദനയായിരുന്നു. എൻ്റെ ഈശ്വരൻ, എനിക്ക് തല എന്തോ പൊട്ടിത്തെറിക്കണ പോലെയായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അരപ്പട്ടയൊക്കെ വെച്ചു. അരപ്പട്ട കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിപ്പോയി. പിന്നെ രണ്ടാമത് പിന്നെയും വെച്ചതാണ് കേട്ടോ അരപ്പട്ട. എന്നെ നേരത്തെ തന്നെ പൊട്ടിയിരിക്കണമായിരുന്നു. അതൊക്കെ ശരിയാക്കി അങ്ങനെ അതും വെച്ചു. അങ്ങനെ മുടിയുടെ ഒരു ഡൗട്ടായിരുന്നു, മുടി അരപ്പട്ട കൂടി കെട്ടണോ അല്ലാണ്ട് കെട്ടണോ. അപ്പോൾ അതിനൊക്കെ കളിച്ചു നോക്കി. അവിടെ വലിയ ഇതായിട്ടൊന്നുമില്ല, കളിക്കലൊന്നുമില്ല, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഓർണമെൻറ്റ്സൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഓർണമെൻറ്റ്സ് ഇടുന്ന സമയത്ത് വീഡിയോ ഒന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അത്ര വലിയ ഓർണമെൻറ്റ്സുമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. 2 മാലയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞു. ഒരു 6 മണിക്കാണ് പോകേണ്ടത്. അപ്പോൾ 5:45 ഇറങ്ങണം കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറാമാനെ കാണിച്ചു തരുമ്പോൾ അവൾ ഓടി കളഞ്ഞു. അങ്ങനെ അവസാനം പിടിച്ച് നിന്നിട്ട് അവൾ സമ്മതിക്കാതെ ആണ് എടുത്തത്. അവൾ മാറ്റി കളാന്ന് പറഞ്ഞ് ആണ് നിന്നത്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടും കേട്ടോ. ഇതിന് കൂടി ഇടാം. സെപ്പറേറ്റ് ആയിട്ട് ഇടണമെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് എടുക്കുന്ന വീഡിയോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ. ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യമർദ്ദനം ഹരിഹരാത്മജം ദേവമാശ്രയേ.